പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം തങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിലാണ്. മിസ്രൈമിൽ നിന്ന് 430 വർഷത്തെ അടിമത്ത ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ സങ്കടം, ദൈവത്തിന്റെ അവരോടുള്ള കരുതൽ, അവരുടെ മേലുള്ള നാളുകൾ പൂർത്തിയായപ്പോൾ മോശയെയും അഹരോനെയും എഴുന്നേൽപ്പിച്ച് ജനത്തെ പുറപ്പെടുവിക്കുന്നു. ഇസ്രായേലിന്റെ പുറപ്പാടിന്റെ ചരിത്രങ്ങളും ഇന്ന് വായിച്ചു കേട്ട ഭാഗങ്ങളും നമുക്ക് ഏറെ സുപരിചിതം തന്നെയാണ്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഹോർ പർവ്വതത്തിൽ നിന്നും ഏദോം ചുറ്റിയുള്ള യാത്ര. വഴി ദുർഘടമാണ്, ദീർഘമാണ്. ജനം തളർന്നു. അവർ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചു. അവർ ക്ഷീണിച്ചപ്പോൾ ചെയ്തത് ദൈവത്തിനും അവരെ നയിക്കുന്ന മോശയ്ക്കുമെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് ഇന്നും നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ പിറുപിറുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഏതെങ്കിലും വിധത്തിൽ പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആ വ്യക്തി മാനസികമായി ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4-5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മളെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കുടുംബാംഗങ്ങളോ കൊളീഗ്സോ ആത്മീയ ശുശ്രൂഷയിലുള്ളവരോ ചോദ്യം ചെയ്യുകയോ പിറുപിറുക്കുകയോ നേതൃത്വത്തെ പല വിധങ്ങളിലായി അപമാനിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ആൾ മടുത്തിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ ഇവർ മോശയെ ചോദ്യം ചെയ്തു, ദൈവത്തെ ചോദ്യം ചെയ്തു. ഞങ്ങൾക്ക് അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ നിസ്സാരമായ ഭക്ഷണം, മന്നായെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത് ബലവാന്മാരുടെ ഭക്ഷണമെന്ന്. അത് ഫ്രീ ആയിട്ട് ദൈവം കൊടുത്തപ്പോൾ നിസ്സാരമായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം ഇത് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിനൊരു വിലയില്ല, നന്ദിയില്ല, അതിന് വലിയ മൂല്യമില്ല, അത് വെറും നിസ്സാരം. ശരിയല്ലേ? അവരവരൊന്ന് ചിന്തിച്ചാട്ട് ഈ പ്രഭാതത്തിൽ. പക്ഷേ നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയാൽ വളരെ വലിയ മൂല്യമാണ്. അതിന് നാം വളരെ വില കൽപ്പിക്കും. അവർ അടിമത്വത്തിൽ അടിയും ഇടിയും ഏറ്റ് അപ്പം കഴിച്ചാൽ അതിന് വിലയുണ്ട്. പക്ഷേ തേൻ കൂട്ടിയ ദോശ പോലെയുള്ള മന്ന ദൈവം കൊടുത്തപ്പോൾ ഒരു പണിയും ചെയ്യാതെ, ഒന്നും ചെയ്യണ്ട,
അന്നത്തേക്കുള്ള തമ്പുരാൻ കൊടുത്തപ്പോൾ അത് നിസ്സാരമായി. പക്ഷേ ദൈവം അവരെ വിട്ടില്ല. ദൈവം അവർക്കിടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു. പാളയത്തിനകത്ത് അഗ്നിസർപ്പം കടന്ന് ജനത്തെ കടിച്ചു. ജനം മരിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ ഏതെങ്കിലും പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ പിറുപിറുപ്പാണ്, ദൈവമക്കളെ ചോദ്യം ചെയ്യലാണ് അതിന്റെ കാരണമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ജനം മോശയുടെ അടുക്കൽ ഓടി വന്നിട്ട് പറയുകയാണ്, അല്ലയോ മോശയെ, ഞങ്ങൾ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. ഈ സർപ്പത്തെ ഞങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റുവാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവരുടെ തെറ്റവർക്ക് ബോധ്യമായി. അവർക്ക് മനസ്സിലായി ഇത് ദൈവം അയച്ചത് തന്നെയാണ്. കാരണം ദൈവത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് മറുപടിയായി പറഞ്ഞ വാക്കുകളാണ് ഇന്ന് 8-ാം വാക്യമായി നാം വായിച്ചു കേട്ട ഇന്നത്തെ ജീവജല വാഗ്ദത്ത വചനം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പിറുപിറുപ്പിന്റെയോ ദുർചിന്തയുടേതോ ചോദ്യം ചെയ്യലിന്റേതോ സംശയത്തിൻ്റെതായി ഏതെങ്കിലും വിധത്തിൽ ദൈവിക ശാപം, ദൈവമക്കളുടെ കണ്ണുനീർ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബങ്ങളെയോ നിങ്ങളുടെ തലമുറയോ അലട്ടുന്നുവെങ്കിൽ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ജനം മോശയുടെ അടുക്കൽ മടങ്ങി വന്ന് ക്ഷമയാചിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുറവുകളെ ഏതെങ്കിലും വിധത്തിൽ എത്ര പഴകിയതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കണ്ണിൽ ആ വ്യക്തിയോ ആ കൂട്ടായ്മയോ ആ കുടുംബമോ ഏതെങ്കിലും വിധത്തിലായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നിസ്സാരം എന്ന് തോന്നിയാലും ദൈവത്തിന് അങ്ങനെയല്ല. ആകയാൽ ആ കുറ്റബോധത്തോടെ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ തലകളെ വണക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുകയും കടിയേൽക്കുന്നവൻ അതിനെ നോക്കുമ്പോൾ അവൻ മരിക്കാതെ ജീവൻ പ്രാപിക്കുകയും ചെയ്തതായി നാം തിരുവചനത്തിൽ വായിക്കുന്നു. അതെ, ഈ ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താന്റെ പ്രതീകമായ സർപ്പത്തിൽ നിന്നും അന്ധകാരക്കെട്ടിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ വിളിച്ചു പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതെ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ തന്റെ ജനത്തിന്റെ ശാപം മാറുവാൻ, മരണം മാറുവാൻ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇതാ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പാപത്തിന്റെയും ശാപത്തിന്റെയും നിത്യ മരണത്തിന്റെയും മാറ്റത്തിനായി വിടുതലിനായി യേശുവിനെ കാൽവറി കൊലക്കളത്തിൽ യാഗമാക്കിയിരിക്കുന്നു. ആ യേശുവിങ്കിലേക്ക് ഈ പ്രഭാതത്തിൽ ആര് നോൽക്കുന്നുവോ അവർക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ശാപമോക്ഷമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജോലിയിൽ പ്രതികൂലം അനുഭവിക്കുന്നുവോ? നിങ്ങൾ അറിയാത്ത ചില വിഷയങ്ങൾ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് വേദനയിൽ കൂടെ കടന്നു പോകുന്നുവോ? നിയമക്കുരുക്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? കടബാധ്യത, എത്ര പണം അയച്ചിട്ടും ലോണിന് എത്ര അടച്ചിട്ടും ഇതുവരെയും മുതൽ പോലും എത്താതെ വ്യാകുലപ്പെടുന്നുവോ? ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് നിസ്സാര കാരണങ്ങളാൽ അത് പൂർത്തീകരിക്കാൻ പറ്റാതെ ഉഴലുകയാണോ?
കയ്യിൽ സാമ്പത്തികമുണ്ട്, മകൾക്ക് അല്ലെങ്കിൽ മകന് വേണ്ട വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. പക്ഷേ വിവാഹം നടക്കാതെ വ്യാകുലപ്പെടുകയാണോ? എന്നെ കേൾക്കുന്ന യുവ മിഥുനങ്ങളെ, ദമ്പതികളെ, സകല ഡോക്ടർമാരും പറയുന്നു നിങ്ങൾക്ക് ബയോളജിക്കലി ഫിസിക്കലി ഒരു കുഴപ്പവുമില്ല, വർഷങ്ങളായി തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം? ഈ പ്രശ്നം മാറുവാൻ ഒരു കർമ്മമാർഗവും ഒരു പുണ്യമാർഗവും ഒരു നേർച്ചകാഴ്ചയും മതിയാവുകയില്ല, വിടുതലാവുകയില്ല. എനിക്ക് നിങ്ങൾക്കും ഏതുവിധ പാരമ്പര്യ പഴകിയ ശാപം മാറണമെങ്കിലും കാൽവരി കൊലക്കളത്തിൽ യാഗമായ ആ സർപ്പത്തിന് തുല്യമായി മരുഭൂമിയിൽ മോശ ഉയർത്തിയതിന് പ്രതീകമായ അതിന്റെ നിഴലും പൊരുളുമായി മാറിയ യേശുവിങ്കലേക്ക് ഈ പ്രഭാതത്തിൽ അടുത്തു വരിക. നിശ്ചയമായും വിടുതലുണ്ടാവും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി വിടുതലും പ്രാപിച്ചു. എന്നാൽ അതിലൊരു മിടുക്കൻ പറയുകയാണ്, ഞാനിനിയും ആ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ അല്ല നോക്കാൻ പോകുന്നത്, മറിച്ച് ഞങ്ങളുടെ അയൽവക്കത്തെ, ഞങ്ങളുടെ പള്ളിയിലെ, ഞങ്ങളുടെ കൂട്ടായ്മയിലെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ഇന്നയാൾ, ഇന്ന അച്ചായൻ, ഇന്ന വ്യക്തി പിച്ചള സർപ്പത്തെ നോക്കി വിടുതൽ പ്രാപിച്ചത് കൊണ്ട് ഞാനിനിയും ആ അച്ചായനെ മാത്രമേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അടുത്ത അനന്തരഫലം? നമുക്കറിയാം. നിശ്ചയമായും ആ വിടുതൽ കിട്ടിയ അച്ചായനെ നോക്കിയവർ മരിച്ചു പോകും, അച്ചായൻ ജീവനോടെ നടക്കും. ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്നത്തെ ക്രൈസ്തവ ലോകം ഇങ്ങനെയാണ്. വിടുതൽ കിട്ടിയവരുടെ പുറകിന് ആമീൻ ചൊല്ലി നടക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മൂഢരായി പോകരുത്. വിദ്യാസമ്പന്നരായ അനേകർ കാണിക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇനിയും തുടരാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്ന യേശുവിനെ നോക്കി വിടുതൽ പ്രാപിച്ച് സൗഖ്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൽ മാത്രമേ വിടുതലുള്ളൂ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. ആ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മുഴുവനും മടങ്ങും. പ്രിയമുള്ളവരെ, അതെ, യേശുവിൽ നോക്കി ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരും വിടുതൽ പ്രാപിച്ച് നിങ്ങൾ ഇന്ന് നേരിടുന്ന കടന്നു പോകുന്ന ഏത് വിഷയവും എന്ത് പ്രശ്നവും യേശുവിലേക്ക് നോക്കി പരിപൂർണ വിജയവും വിടുതലും പ്രാപിച്ച് സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ മുൻപോട്ട് പോകുവാനും ആ നിലകളിൽ പ്രശ്നത്തിൽ കഴിയുന്നവരെ യേശുവിലേക്ക് നയിക്കുന്ന ചൂണ്ടു പലകളായി തീരുവാനും ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി സ്തോത്രത്തോടെ മുന്നേറുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജനം ദൈവത്തോട്, ദൈവദാസനോട് പിറുപിറുത്തപ്പോൾ ദൈവിക കോപം ജനത്തിന്റെ നടുവിൽ ഇറങ്ങി.
അവർക്ക് ആ തെറ്റ് ബോധ്യമായി ദൈവത്തോട് അപേക്ഷിക്കുവാൻ അവരാഗ്രഹിക്കുകയും അതിൻ പ്രകാരം ദൈവം പറഞ്ഞ് പ്രതിവിധി ചെയ്തപ്പോൾ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് ലഭിച്ചു എന്ന് ഇത് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഏത് മരണത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പാരമ്പര്യ ബന്ധനത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും പരിപൂർണ വിടുതൽ മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഒരു മനുഷ്യപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ഉയർത്തപ്പെട്ടു എന്നുള്ള സദ്വാർത്ത ഞങ്ങൾ വചനപ്രകാരം ഉൾക്കൊണ്ട് വിശ്വസിച്ച് അംഗീകരിച്ച് ആ യേശുവിൽ കൂടെ വിടുതൽ പ്രാപിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഈ വചനപ്രകാരം തങ്ങളെ തന്നെ സമർപ്പിച്ചതിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, വിടുവിക്കണം. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്താണെങ്കിലും അതിന്മേൽ തമ്പുരാൻ കൃപ ചെയ്യണം. എല്ലാ നന്മകളാലും നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം കടന്നു പോകുന്ന വിഷയം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര സങ്കീർണവും പഴകിയതുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിന് നീക്കുപോക്ക് യേശുവിലുണ്ട്. മനസ്സ് ക്ഷീണിക്കുമ്പോൾ പതറുകയും തളരുകയും പിറുപിറുക്കുകയും ചോദ്യം ചെയ്യുന്നതും അവസാനിപ്പിച്ചിട്ട് ആ യേശുവിങ്കിലേക്ക് അടുത്തു വരാം. കർത്താവ് നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ ക്ഷീണം മാറ്റുവാൻ, എത്തേണ്ടിടത്തെത്തിക്കുവാൻ മതിയായവനാ. ഈ കർത്താവ് ജീവജലം ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നിർത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.